മഹാദേവ്യൈ നമഃ. മുക്തിക്കും മുക്തിമാർഗത്തിനുമയി കരുണാവാരിധേ നീ വിധാത്രീ. ഭക്തൻ ഞാൻ രണ്ടുമേകീടണമിഹ പരസൗഖ്യത്തിനായി ഭദ്രദാത്രീ. ഭദ്രേ ഭദ്രസ്വരൂപേ ചരണമിവ നിതാ കൂപ്പിടുന്നു ജനിത്രീ. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 26-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്രചരിതം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ മുന്നിൽ ദഹിപ്പിക്കാനായി കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്ന ബാലനെ കണ്ട മഹാരാജാവായ ഹരിശ്ചന്ദ്രൻ തൻ്റെ പുത്രനാണ് എന്ന് ഉടൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആ കുട്ടിയുടെ രൂപവും ശരീരാകാരവും കണ്ട് അതൊരു രാജകുടുംബത്തിൽ ജനിച്ച ഏതോ രാജകുമാരനായിരിക്കണം എന്നും ഈ ബാല്യ വയസ്സിൽ തന്നെ സർപ്പദംശം ഏറ്റ് മരിക്കാൻ അവനാണ് എന്നും മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ആ കുട്ടിയെ ഒന്ന് നന്നായിട്ട് നോക്കി എന്നാണ് പറയണത്. ഏത് രാജവംശത്തിലെ ഉണ്ണിയായിരിക്കണം എന്ന് കുറച്ചുകൂടി അടുത്തു വന്ന് ആ ഉണ്ണിയെ ഒന്ന് നന്നായി നോക്കിയ സമയത്താണ് ഹരിശ്ചന്ദ്രന് മനസ്സിലായത് ഇത് തൻ്റെ മകനാണ് എന്നുള്ളത്. ഉടനെ ഇതാ ദുഃഖം കൊണ്ട് വിലപിക്കാൻ തുടങ്ങി. എൻ്റെ പുത്രനെ എങ്ങനെയാണ് ഈ ദുർദശ വന്നത്? ഭയങ്കരനായിട്ടുള്ള യമധർമ്മൻ ഇവനെ തൻ്റെ കൈക്കലാക്കിയല്ലോ എന്നെല്ലാം വിലപിച്ചുകൊണ്ട് ആ മുമ്പിലിരിക്കുന്ന സ്ത്രീയോടൊന്നും മിണ്ടാനാവാതെ സ്തംഭിച്ച് നിന്നുപോയി. അപ്പോൾ ദുഃഖിതയായിരിക്കുന്നതായിട്ടുള്ള ആ രാജ്ഞി പറഞ്ഞു, ഹേ മകനെ, ഏത് പാപിയുടെ ദുശ്ചയ നിമിത്തമാണ് ഇത്ര വലിയ ഘോരദുഃഖം വന്നനുഭവിച്ചത്? എന്നിട്ട് തൻ്റെ ഭർത്താവിനെയും ഓർത്തുകൊണ്ട് വിലപിക്കാൻ തുടങ്ങി. അങ്ങെവിടെയാണ് കഴിയണത്? ഏതവസ്ഥയിലാണ് ഇരിക്കണത്? എല്ലാം വിറ്റ് തുലച്ച് അങ്ങ് ഇപ്പോൾ എന്തു ദുഃഖങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് കാലത്തിനെ പഴിക്കാൻ തുടങ്ങി. രാജഋഷിയായ ഹരിശ്ചന്ദ്രന് നീ എന്തെല്ലാം വിഘാതങ്ങളാണ് ഉണ്ടാക്കിയത് എന്നതാ അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോൾ ആ രാജ്ഞിയെയും തിരിച്ചറിഞ്ഞു. ഈ വിലപിക്കുന്ന സ്ത്രീ തൻ്റെ ഭാര്യയാണ് എന്നും ഇതാ സർപ്പദംശം ഏറ്റ മൃതപുത്രനായി കിടക്കുന്നത് തൻ്റെ തന്നെ പുത്രനായിട്ടുള്ള രോഹിതനാണ് എന്നും ഹരിശ്ചന്ദ്രൻ തിരിച്ചറിഞ്ഞു. ഇവളെൻ്റെ പത്നിയാണ്, ഈ കുട്ടി എൻ്റെ മകനാണ്. അതറിഞ്ഞപ്പോൾ പാപത്തിൽ നീർദഹിക്കുന്ന മഹാരാജാവ് വല്ലാതെ മോഹിച്ചു. അപ്പോഴാണ്
അവളും തൻ്റെ പതീത ഒരു ചണ്ടാളദാസനായിക്കൊണ്ട് ഈ ചുടലക്കാട്ടിലെ കാവൽക്കാരനായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും കഴിയാത്ത ആ രാജ്ഞി അവിടെ തന്നെ ബോധം നശിച്ച് വീണു. വീണ്ടും ബോധം കിട്ടിയപ്പോൾ രണ്ടുപേരും ശോകത്താൽ ആർത്തരായി ഹൃദയവേദനയോടുകൂടി വിലപിക്കാൻ തുടങ്ങി. മകൻ്റെ കുറുനിര കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള മുഖം അത് ഇത്ര ഈ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നതായിട്ടുള്ള എൻ്റെ ഹൃദയം എന്തുകൊണ്ട് പിളർന്നു പോകുന്നില്ല? അച്ഛാ അച്ഛാ എന്ന് മധുരമായി വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന നിന്നെ വാരിയണച്ച് സ്നേഹത്തോടെ എനിക്ക് ഇനിയും വിളിക്കാൻ കഴിയാതെ കണ്ടാവുമല്ലോ. ഇനി ആരുടെ കാൽമുട്ടിലെ ചെമ്മണ്ണ് കൊണ്ട് എൻ്റെ രണ്ടാം മുണ്ടും മടിയും കൈകാലുകളും മലിനമാകും. രാജ്യം മുഴുവനും നഷ്ടമായി, ധനം മുഴുവനും നഷ്ടമായി, ബന്ധുക്കളും നഷ്ടപ്പെട്ടു വിധിയുടെ കൊടും ക്രൂരത കൊണ്ട്. പിന്നീട് ഇതാ പത്നിയെയും നിന്നെയും നഷ്ടപ്പെട്ടിതാ വീണ്ടും ഇതാ ഈ മട്ടിലാണല്ലോ കാണാനുള്ള യോഗം എനിക്ക് വന്നത്. മഹാഘോരനായിട്ടുള്ള സർപ്പം ദംശിച്ച നിൻ്റെ മുഖമാണല്ലോ എനിക്ക് കാണാനായിട്ട് വരുന്നത്. അങ്ങനെ മരിച്ച തൻ്റെ മൃതപുത്രനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പലതും അവിടെ പറഞ്ഞുകൊണ്ട് ധാരാളം ശ്ലോകങ്ങൾ ആ വിലാപനം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഹരിശ്ചന്ദ്രൻ വിലപിക്കണു. അതെല്ലാം കേട്ട് അങ്ങനെ വിലപിച്ച ഹരിശ്ചന്ദ്രൻ മൂർച്ഛിച്ചു വീണു. പിന്നീട് ഹരിശ്ചന്ദ്രനെ മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിന് വന്ന ഈ ദുർദശ, തനിക്കുണ്ടായ ദുഃഖം, തൻ്റെ മകൻ്റെ വേർപാടിലുണ്ടായ ദുഃഖം, ഇതെല്ലാം ഓർത്തുകൊണ്ട് ആ ധർമ്മരാജനെ തന്നെ മനസ്സുകൊണ്ട് നിന്ദിക്കുകയാണ്. ഇത്രയും ക്രൂരത അങ്ങക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങളോട് എന്നെല്ലാം പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ആ മാതാവും ഇതാ മൂർച്ഛിച്ചു വീണു. പിന്നീട് വീണ്ടും രണ്ടുപേരും ആ മൂർച്ഛയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. വീണ്ടും ഇതാ വിലപിക്കണു. അങ്ങനെ ഒരുപാട് വിലാപങ്ങളാണ് കുറേ ശ്ലോകങ്ങളിൽ കൂടി ഇവിടെ 26-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ദുർദശയെ കണ്ട് അങ്ങെങ്ങനെയാണ് ഈ ചണ്ടാലൻ്റെ ദാസനായിക്കൊണ്ട് ഈ ചുടലക്കാട്ടിലെ സേവകനായിട്ട് വരാൻ ഉള്ള കാരണം എന്താണ്, എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതിനെയെല്ലാം ചോദിക്കുമ്പോഴാണ് ആ ബ്രാഹ്മണന് പത്നിയെയും പുത്രനെയും വിറ്റതിന് ശേഷം താൻ സ്വയം എപ്രകാരമാണ് ഈ ചണ്ടാലൻ്റെ ദാസനായത് എന്നുള്ളതിനെയും ആ വിശ്വാമിത്രന് എപ്രകാരമാണ് താൻ സത്യം ചെയ്ത ആ ദക്ഷിണ, ആ ദാനം കൊടുത്ത വാക്കുകളെ സത്യമാക്കിയത് എന്നതിനെയും എല്ലാം ഹരിശ്ചന്ദ്രൻ തൻ്റെ പത്നിയോട് പറയണു. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.